രൂപയ്ക്ക് പല വർണ്ണങ്ങളിലുള്ള ജെംസ് മിഠായികൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. എത്ര തവണ കൊടുത്താലും അവർ കഴിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതിലടങ്ങിയിരിക്കുന്നവയാണ് ഏറ്റവും പ്രധാനം. ഓരോ മിഠായിയുടെ കളറുകളിൽ അപകടം പതിയിരിക്കുന്നു. ഈ കളറുകളെക്കുറിച്ച് അതിന്റെ പാക്കറ്റുകളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിയണം. ജെംസ് മിഠായികൾ, പ്രത്യേകിച്ച് ഗെമ്മി 3D ജെംസ് അല്ലെങ്കിൽ ജുവൽസ് മിഠായികൾ, രാസഘടകങ്ങൾ കാരണം ആരോഗ്യത്തിന് അപകടമുണ്ടാക്കാം. ഗെമ്മി 3D ജെംസുകളെക്കുറിച്ച് നേരിട്ടുള്ള വിവരങ്ങളൊന്നുമില്ലെങ്കിലും ജോളി റാഞ്ചർ, ഹാർട്ട് മിഠായി, ബെറി ഗെമ്മീസ് തുടങ്ങിയ മിഠായികളിൽ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. ജെംസ് കാൻഡിയിലെ, പ്രത്യേകിച്ച് കാഡ്ബറി ജെംസിലെ ഊർജ്ജസ്വലമായ നിറങ്ങൾ ആരോഗ്യപരമായ അപകട സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഈ വർണ്ണാഭമായ ട്രീറ്റുകളിൽ ദോഷം വരുത്തുന്ന വിവിധ ചായങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ കൃത്രിമ നിറങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ നമുക്ക് വിശകലനം ചെയ്യാം. റെഡ് 14, യെല്ലോ 5 പോലുള്ള കൃത്രിമ നിറങ്ങൾ കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ചില മിഠായികളിൽ മിനറൽ ഓയിൽ അരോമാറ്റിക് ഹൈഡ്രോകാർബണുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് DNA-ക്ക് കേടുപാടുകൾ വരുത്തുകയും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. റെഡ് ഡൈ നമ്പർ 3 പോലുള്ള ചില ചായങ്ങൾ ക്യാൻസർ സാധ്യതകളെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. മിഠായികളിൽ അടങ്ങിയിരിക്കുന്ന പ്രൊപ്പിലീൻ ഗ്ലൈക്കോളും എമൽസിഫയറുകളും പോലുള്ള രാസവസ്തുക്കൾ വയർ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അതുപോലെ ഇതിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് അമിതവണ്ണത്തിന് കാരണമായേക്കാം. ഈ കൃത്രിമ നിറങ്ങൾ കാരണം ചില കുട്ടികൾക്ക് തിണർപ്പ് അല്ലെങ്കിൽ തലവേദന പോലുള്ള അലർജി പ്രതികരണങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ചില മിഠായി ചേരുവകൾ കാലക്രമേണ ഹോർമോൺ ബാലൻസിനെയും ഹൃദയാരോഗ്യത്തെയും ബാധിക്കും. ചില ചായങ്ങൾ നിരോധിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. UK-യിൽ നിയമങ്ങൾ പാലിക്കാത്തതിനാൽ ജോളി റാഞ്ചർ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ചില അമേരിക്കൻ മധുരപലഹാരങ്ങൾക്കെതിരെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UK പോലുള്ള ചില രാജ്യങ്ങൾ ചില കൃത്രിമ നിറങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മിഠായി പാക്കേജുകളിൽ മുന്നറിയിപ്പ് ലേബലുകൾ ആവശ്യമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പോഴും മിഠായികളിൽ ഈ നിറങ്ങളിൽ പലതും അനുവദിക്കുന്നില്ല. അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് ചില ഓപ്ഷനുകൾ നമ്മൾ ശ്രദ്ധിക്കണം. പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ഉരുത്തിരിഞ്ഞ പ്രകൃതിദത്ത നിറങ്ങളുള്ള മിഠായികൾ തിരഞ്ഞെടുക്കുക. കൃത്രിമ സുഗന്ധദ്രവ്യങ്ങൾക്ക് പകരം യഥാർത്ഥ പഴങ്ങളുടെ രുചികളുള്ള മിഠായികൾ തിരഞ്ഞെടുക്കുക. തേൻ അല്ലെങ്കിൽ സ്റ്റീവിയ പോലുള്ള പ്രകൃതിദത്ത മധുരപലഹാരങ്ങൾ അടങ്ങിയ മിഠായികൾ തിരഞ്ഞെടുക്കുക. കുറഞ്ഞ ചേരുവകളുള്ള മിഠായികൾ പരിമിതപ്പെടുത്തുക. ആരോഗ്യകരമായ ഒരു ബദലായി വീട്ടിലുണ്ടാക്കുന്ന മധുരപലഹാരങ്ങൾ പരിഗണിക്കുക. കുട്ടികളുടെ ആരോഗ്യത്തിന് നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. മിഠായി ചേരുവകളും ലേബലുകളും ശ്രദ്ധാപൂർവം പരിശോധിക്കുക. പ്രകൃതിദത്ത നിറങ്ങളും രുചികളുമുള്ള മിഠായികൾ തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മിഠായി ഉപഭോഗം പരിമിതപ്പെടുത്തുക. പഴങ്ങളോ വീട്ടിൽ നിർമ്മിച്ച മധുരപലഹാരങ്ങളോ പോലുള്ള ഇതര മാർഗങ്ങൾ പരിഗണിക്കുക. ധാരാളം പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ സമീകൃതാഹാരം പ്രോത്സാഹിപ്പിക്കുക. വരും തലമുറയെ ആരോഗ്യത്തോടെ വളരാൻ അനുവദിക്കുക.